മോഹനകൃഷ്ണൻ ഒരു കാര്യം മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനുള്ള വഴി മാനത്ത് കണ്ടിട്ടേ തുരിഞ്ഞിറങ്ങാറുള്ളൂ. അതറിയണമെങ്കിലേ നീ പോയി നിന്റെ തന്തക്കിടവന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ആ പേടിക്കണ്ട, ചത്തിട്ടൊന്നുമില്ല. എത്രയൊക്കെ ആയാലും താലി കെട്ടിയ പെണ്ണിന്റെ തന്തപ്പടിയല്ലേ. ചെറുതായിട്ടൊന്ന് സൽക്കരിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ബലമുണ്ടായി കേട്ടോ. ആ ഇനി നീ കൂടി സമ്മതിച്ചാൽ ആധാരത്തിൽ ഒപ്പിടാവുന്ന കിഴവൻ സമ്മതിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. ഇങ്ങനെ ഒരു ഓഫർ വെച്ചാ നീ അതി വീഴുമെന്ന് എനിക്കറിയില്ലേ. അതുകൊണ്ട് മോള് വേഗം എൻ്റെ കൂടെ ഇറങ്ങാൻ നോക്ക്. രജിസ്റ്റർ ഓഫീസിലെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാ ഞാൻ വന്നത്. രോഗി, നിങ്ങൾ എന്റെ അച്ഛൻ എന്താ ചെയ്തത്? പറ. ആ പാവത്തിനെ കൊന്ന ദുഷ്ട. ചുമ്മാടന്ന് കാറാതടി. അതുപോലൊരു പേട്ടുകളവനെ കൊന്നിട്ട് ജയിലിൽ പോവാനേ എനിക്ക് തലയ്ക്കസുഖമൊന്നുമില്ല. അങ്ങനെ ജയിലിൽ പോവാൻ ഒരു വിധി മോഹനകൃഷ്ണൻ ഉണ്ടെങ്കിലേ അത് നിന്നെ പോലെ ഒരുത്തെ തീർത്തിട്ടായിരിക്കും. എന്നെ കൊണ്ട് അങ്ങനെ ഒരു കടുങ്കൈ ജയിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോണം. ഓ എടുക്കടി നിന്നെ കെട്ടുമാണ്ടോക്കെ. എന്നിട്ട് വന്നൊരു ഒപ്പിട്ട് തന്നിട്ടേ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഇല്ല, ഞാൻ വരില്ല. നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, എന്താ ഇത്? എന്താ നിങ്ങൾ കാണിക്കുന്നേ? ആഹാ, വക്കീൽ വന്നോ? ഞാൻ നിങ്ങളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ഞാൻ കരുതി നിങ്ങൾ ഇവിടെ കാണില്ലായിരിക്കുമെന്ന്. വന്നത് നന്നായി. ഞാൻ മോഹനകൃഷ്ണൻ, പനംകുളം വില്ലേജ് ഓഫീസറാ. പറഞ്ഞു വരുമ്പോ ഇവളുടെ ഭർത്താവായിട്ട് വരും. ഓ, മോഹനകൃഷ്ണൻ. കൈക്കൂലി കേസിൽ അറസ്റ്റിലായതിന്റെ പേരിൽ സസ്പെൻഷനിലായ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. വക്കീലിന് നമ്മുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ കാണാപ്പാടമാണല്ലോ. എല്ലാം നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അതെ, സസ്പെൻഷനൊക്കെ പണ്ടായിരുന്നു. ഇപ്പോ ഞാൻ ഉടനെ സർവീസിൽ തിരിച്ചു കയറും, വിത്ത് പ്രമോഷൻ. മിക്കവാറും ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് തന്നെ. താൻ ഏത് കൊമ്പത്തെ തഹസിൽദാർ ആണെങ്കിലും ആണുങ്ങളില്ലാത്ത നേരത്തെ വീട്ടിൽ കയറി സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരോട് മോശമായിട്ട് പെരുമാറുന്നതും നിയമപരമായി തെറ്റാണെന്ന് അറിയില്ലേ മോഹനകൃഷ്ണ? ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് സർവന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ അല്പമൊക്കെ വിശ്വാസമാവാം മിസ്റ്റർ മോഹനകൃഷ്ണൻ. നിയമവും ന്യായവും ഒക്കെ വക്കീൽ അങ്ങ് കോടതി പറഞ്ഞാട്ടെ. എന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. അതെ, ഇവളുടെ കാരണവരായിട്ട് ഇവിടെ ഏൽപ്പിച്ച ഈ മുതലിനെ ഞാൻ അങ്ങ് തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാ. ഇനിയിപ്പോ ഇവളിവിടെ നിന്നതുകൊണ്ട് വക്കീലിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? എന്നാ പിന്നെ വക്കീൽ സാറിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ ഭാര്യ അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ. പിന്നെന്താ, മോഹന്റെ ഭാര്യ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാലോ. താൻ വിളിച്ച നിള ഒപ്പം വരുമെങ്കിൽ തനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോവാം. അവള് വരും, വരാതിരിക്കാൻ അവൾക്ക് പറ്റില്ല സാറേ. സംഗതിയുടെ കിടപ്പുവശങ്ങൾ അങ്ങനെ അല്ലേ മോളെ? ഇല്ല, ഞാൻ വരില്ല. നിങ്ങളോടൊത്ത് ഒരു കാലത്തും എനിക്ക് ജീവിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോ തഹസിൽദാർ സാറ് കേട്ടല്ലോ നെല്ലയുടെ അഭിപ്രായം. വരുന്നില്ല എന്നായ സ്ഥിതിക്ക് സാറ് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കാം. അങ്ങനെ വെറുതെ പോവാൻ എന്നെ കിട്ടില്ല സാറേ. ഇവിടെ വന്നത് ഇവളെ കൊണ്ടുപോകാനാണെങ്കിൽ ഇവളെ കൊണ്ടേ ഞാൻ പോകും. തൊട്ടുപോരുന്നവളെ. ഇനി താൻ അവളെ തൊട്ടാ തന്റെ തടി കേടാവും മോഹനകൃഷ്ണ. നാട്ടുകാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ കാശ് കൊണ്ട് തിന്നുകൊടുത്ത ഈ ശരീരം നല്ല നട്ടലുള്ളവന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയാലേ കലങ്ങിപ്പോവും. പിന്നെ കുഴമ്പ് കാശിനുള്ള പണം കൂടി പാവങ്ങളുടെ കീശയിൽ നിന്ന് തനിക്ക് തട്ടിയെടുക്കേണ്ടി വരും. വക്കീലെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവന്നോ? അല്ല, ഇനിയും താൻ ഇവിടെ നിന്ന് ഷോ ഇറക്കിയ സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കുമെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചതാ. നീള അവളുടെ അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക്
തനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോവാം. ഗെറ്റ് ഔട്ട്. വക്കീലേ, ഇവളുടെ ഈ എണ്ണമിനിപ്പ് കണ്ടിട്ടാ താൻ കിടന്ന് തിളയ്ക്കുന്നതെന്ന് എനിക്കറിയാം. ആയിക്കോ, തന്റെ എച്ചില ഞാൻ ഇതുവരെ തലേ ചുമന്ന് നടക്കുന്നതെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അതിനുള്ള നഷ്ടപരിഹാരം കിട്ടാതെ ഇവളെ ഞാൻ തിരിച്ചു തരില്ല മോനെ. നിന്റെ സംസ്കാരം പോലെ ബാക്കിയുള്ളവർക്ക് കരുതിയോ നീ? ഇനി ഒരു അക്ഷരം നിന്റെ പൊളിച്ച വായിൽ നിന്ന് വീണ കൊന്നുകളിൽ നിന്ന് ഞാൻ ആ ഞാൻ പോകാം, പക്ഷെ മോഹനൻ തോറ്റിട്ടാ പോകുന്നെന്ന് കരുതണ്ട വക്കീലേ. വല്ലവന്റെ ഭാര്യയെ ഒപ്പം കൂട്ടി ജീവിച്ചിട്ടേ താൻ വലിയ മാന്യം ചമയൊന്നും വേണ്ട. നോക്കിക്കോ, താൻ ഇവളെയും വിറ്റ് ജീവിക്കുവാണെന്ന് നാട്ടുകാർ മുമ്പിൽ ഞാൻ വിളിച്ചു പറയും. പിന്നെ കേസ് തന്നെക്കാളും വലിയ വക്കീലും പോലീസും ഒക്കെ എന്റെ കീശയിലും ഉണ്ടോ? നമുക്ക് കോടതി കാണാം. അതേടാ, കോടതി കാണാം. താമ്പോ കേസ് കൊടുക്ക്. ഇനി മേലിൽ ഈ പടിക്കൽ നീ കാലുകുത്തിയെന്ന് ഞാൻ അറിഞ്ഞ കോടതിയിൽ പിന്നെ പൊയ്ക്കാലിൽ വരേണ്ടി വരും നിനക്ക്. കടന്നുപോടാ. ഓട്ടടി ആറ. മാളു, നീ വിളിച്ചു അമ്മ പറഞ്ഞു. എന്താ മോളെ? ഒന്നുമില്ല. അച്ഛനെന്ന് എപ്പോഴാ ഓഫീസിൽ പോകുന്നത്? പതുപോലെ അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ റെഡിയായി ഇറങ്ങാനുള്ള താമസം. എന്താ മോളു, നിനക്ക് എവിടെയെങ്കിലും പോണോ? പോണെന്നുണ്ട്, പക്ഷേ അതെവിടേക്കാ എപ്പോഴാന്നൊന്നും എനിക്കറിയില്ല. എന്താ മാളു, എന്താ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ തുറന്നു പറ. എവിടെ പോകുന്ന നീ പറയുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ അച്ഛനൊന്ന് ദേഷ്യം പിടിപ്പിച്ച് നോക്കിയതാ. ദേഷ്യോ? എനിക്കോ? ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യമില്ലാതെ. അല്ല, ശരിക്കും കാര്യമുണ്ടായിട്ട് തന്നെയാണോ നീ എന്നെ വിളിച്ചത്? അതോ വെറുതെ ഒരു തമാശ കളിക്കോ? ദേ, രണ്ടിലേതായാലും അച്ഛനൊക്കെ കേട്ടോ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ എന്നെ വഴക്ക് പറയരുത്. ആഹാ, ഇത് കൊള്ളാലോ. നീ എന്താ ഒരുമാതിരി കുട്ടികളെ പോലെ. കാര്യമുള്ള കാര്യമാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ നിന്നെ വഴക്ക് പറയുന്നേ? അല്ല, കേട്ട് കഴിയുമ്പോഴാണല്ലോ ഇതിൽ വലിയ കാര്യമില്ലെന്ന് അച്ഛന് തോന്നുന്നത്. അതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തോന്നേ ഉള്ളൂ. നീ ഈ വളഞ്ഞു വിറ്റാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറ മാളു. എന്താ മാളു, എന്താ നിന്റെ പ്രശ്നം? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ല അച്ഛാ. കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ നിസ്സാര കാര്യം പോലെ തോന്നും. പക്ഷെ എനിക്ക് അതൊരു ഗൗരവമുള്ള കാര്യമായിട്ടാ തോന്നുന്നത്. അതിന് കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ സംഗതി ഗൗരവമുള്ളതാണോ തമാശക്കളിയാണോ എന്ന് പറയാൻ പറ്റൂ. നീ ഇങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യം എന്താണെന്ന് പറമാളൂ. അച്ഛാ, എനിക്ക് അപ്പൂനെ ഒന്ന് കാണണം. എന്താ അച്ഛാ, ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ? അല്ല, അപ്പുനെ കാണണമെന്ന് പറഞ്ഞാ അതിപ്പോ കഴിഞ്ഞ എത്രയോ നാളായി ഞാൻ അപ്പുനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പു എന്റെ ലൈഫ് എന്ന് മാറിയോ അന്ന് മുതൽ എന്റെ ലൈഫിലെ പ്രശ്നങ്ങളാ. ശരിയല്ലേ അച്ഛാ? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് എന്താ അപ്പുനെ കാണാൻ മാത്രം? പെട്ടെന്നല്ല അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അപ്പുനെ കുറിച്ച് തന്നെയാ ചിന്തിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന സമയത്തെല്ലാം എന്റെ സന്തോഷം മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് അപ്പു തന്നെയായിരുന്നു. എന്നോട് ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും, ഒക്കെ ശരി തന്നെയാ. പക്ഷേ അപ്പു ഒരിക്കലും എന്റെ കണ്ണ് നിറയാൻ സമ്മതിച്ചിട്ടില്ല. എന്ന് വെച്ചാ ഞങ്ങളൊക്കെ അതിന് അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണോ? ഒരിക്കലും അല്ല അച്ഛാ. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുപോലെ തന്നെയാ ഡോക്ടറുടെയും ആന്റിയുടെയും കാര്യം.
എല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനൊന്നും അല്ലായിരുന്നെങ്കിൽ കൂടി ഓരോ നിമിഷവും എന്റെ സന്തോഷത്തിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. ഒക്കെ ശരിയാ. പക്ഷെ ഇപ്പോഴാ ഞാനൊരു കാര്യം തിരിച്ചറിയുന്ന അച്ഛാ. അപ്പു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിലും കംഫർട്ടബിൾ ആകുമായിരുന്നു. ഇപ്പൊ ഈ സന്ദർഭത്തിൽ പോലും അപ്പു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊരു തോന്നല്. ഇനി സംഭവിച്ചാൽ തന്നെ എന്റെ തോളിൽ തട്ടി പോട്ടടി വിട്ടുകളാന്ന് അപ്പു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി കോൺഫിഡന്റ് ആവുമായിരുന്നു. ഒരുപക്ഷെ ജനിച്ച അന്ന് മുതലുള്ള കമ്പാനിയൻഷിപ്പ് കൊണ്ടാവാം അപ്പുവിന്റെ കാര്യത്തിൽ ഞാൻ അത്ര കംഫർട്ടബിൾ ആവുന്നത്. മോളിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, എനിക്ക് അപ്പുവിനെ ഒന്ന് കാണണം. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചു നേരം എനിക്ക് അപ്പുവിനൊപ്പം സ്പെൻഡ് ചെയ്യണം. ഞാനിപ്പോ അപ്പുവിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അച്ഛാ. അതിനിപ്പോ അപ്പു എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ മോളെ. അത് VP അങ്കിളിനെ പേടിച്ചാവും ഗീതാന്റെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചാ അപ്പു എവിടെയുണ്ടെന്ന് ആന്റി പറയും. സത്യമാണ് അച്ഛാ, ആന്റിക്ക് അത് അറിയാതിരിക്കില്ല. അതുകൊണ്ട് എനിക്ക് അപ്പുവിനെ ഒന്ന് കാണണം. ആരും എന്നെ അതിൽ നിന്ന് വിലക്കരുത്. എന്താ അച്ഛൻ ഒന്നും പറയാത്തത്? നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതിനുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ ബുദ്ധിമുട്ടുണ്ട. ഞാനൊന്ന് ആന്റിയെ കണ്ട് സംസാരിക്കട്ടെ. അപ്പു എവിടെ ഉണ്ടെന്ന് ഉറപ്പായിട്ടും ആന്റിക്ക് അറിയായിരിക്കും. എന്താ കുട്ടി ഇത്? ആഫ്റ്റർ ഫുഡ് കഴിക്കാനുള്ള മെഡിസിൻ ഇതുവരെ കഴിച്ചില്ലേ? മറക്കാതിരിക്കാൻ ഞാൻ എടുത്ത് വച്ചിട്ടാണല്ലോ പോയത്. സോറി ചേച്ചി, ഞാനത് മറന്നു. ഇത് കഴിക്കാം. കോഫി അത് കഴിഞ്ഞിട്ടാവാം. അമ്പിമാമൻ എവിടെ പോയതാ ചേച്ചി? രാവിലെ ആരെയൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. കൂട്ടത്തിൽ എന്റെ കാര്യവും സേവാഫോറത്തിൽ അറിയിക്കണമല്ലോ. അവിടുന്ന് പെർമിഷൻ എടുത്താലേ എനിക്ക് നിങ്ങൾക്കൊപ്പം വരാൻ പറ്റൂ. പിന്നെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പേപ്പേഴ്സ് എന്തൊക്കെയോ ശരിയാക്കാനുണ്ടെന്നും പറഞ്ഞു. അപ്പോ ഈ ആഴ്ച പൂനെക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെയാ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കമലേച്ചിക്ക് ഒപ്പം വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതോ നിങ്ങളുടെ ഫോറത്തിൽ നിന്ന് പെർമിഷൻ കിട്ടുന്ന കാര്യം ചടങ്ങാണോ? പെർമിഷന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. റീസൺ ജെന്യൂൻ ആയിരിക്കണമെന്ന് മാത്രം. പിന്നെ അംബുജാക്ഷ സാറിന് ചെയർമാനെ സെക്രട്ടറിയൊക്കെ പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല. കമലേച്ചിക്ക് ഇവിടെ വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? അല്ല, നമ്മളിപ്പോ ഇവിടുന്ന് പോയാ ഓൾമോസ്റ്റ് 1 year എങ്കിലും പൂനെയിലായിരിക്കും. അത്രയും നാൾ ഒപ്പം നിൽക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതാ. അങ്ങനെ പേഴ്സണലായി ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടെയായാലും ഏറ്റവും അടുത്തുള്ള ഫോറത്തിന്റെ ചാപ്റ്ററിൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊരു ഫോർമാലിറ്റി ഉണ്ട്. അവിടെ മുംബൈയിലെ ഓഫീസ്. അല്ലാതെ വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. കമലേച്ചിയെ പോലെ ഒരാൾ കൂടെയുള്ളത് എനിക്കൊരാശ്വാസമാണ്. അപ്പോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ? ഇങ്ങനൊരവസ്ഥയില് ഇത്ര ധൃതി പിടിച്ചൊരു യാത്ര വേണമായിരുന്നു? സർജറി കഴിഞ്ഞിട്ട് അധിക സമയം ആയില്ലല്ലോ. മിനിമം 1 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണോന്നല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ പൂനെയിലേക്കുള്ള ഷിഫ്റ്റിംഗ്? ഞാനത് അംബുജാക്ഷ സാറിനോട് ചോദിച്ചതാ. അപ്പുവിന്റെ തീരുമാനം ഉടനെ തന്നെ വേണമെന്നാ സാറ് പറഞ്ഞത്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. വേണം ചേച്ചി. എത്രയും പെട്ടെന്ന് ഇവിടെ വിടുന്നത് തന്നെയാ നല്ലത്. ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് റിസ്ക്കാ. ആരും അത്ര പെട്ടെന്നൊന്നും അന്വേഷിച്ചെത്താൻ സാധ്യതയില്ലാത്തൊരിടം. അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റൂ. ശരി, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ദാ കോഫി കുടിക്കേ, ചൂടാറണ്ട. നിന്നെ ഇത് എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം ഗീത. പക്ഷെ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. നടന്നതെല്ലാം നിന്നെ അപ്പപ്പം തന്നെ അറിയിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്.
പക്ഷേ BP എങ്ങാനും ആ സമയത്ത് നിന്റെ കൂടെ ഉണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ പിന്നെ ഫോണിൽ പോലും കോണ്ടാക്ട് ചെയ്യാത്തത്. അതുമാത്രമല്ല, ഒന്നും ആരുമായും ഷെയർ ചെയ്യരുതെന്ന് അപ്പുവിന് നിർബന്ധമുണ്ടായിരുന്നു. സാരമില്ല അമ്പിമാമ. അമ്പിമാമന്റെ ലിമിറ്റേഷൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അപ്പുവിന്റെ കാര്യം, ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് അപ്പു ആഗ്രഹിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. അമ്മ ഇപ്പോ ശത്രുക്കളുടെ ലിസ്റ്റിലാണല്ലോ. അറിഞ്ഞപ്പോ ഒത്തിരി സന്തോഷമായി എനിക്ക്. ശേ, നീ അങ്ങനൊന്നും ചിന്തിക്കില്ല ഗീത. അപ്പു ഒരിക്കലും ഒരു ശത്രുവായിട്ട് നിന്നെ കൂട്ടിയിട്ടേയില്ല. പക്ഷേ എല്ലാവരിൽ നിന്നും ഒരു ഒഴിഞ്ഞു നിൽക്കൽ അപ്പു ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു കണക്കിന് നോക്കിയ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നല്ലതാ. ആദ്യം ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ ഇവിടെ തന്നെ രഹസ്യമായിട്ടാക്കാമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അപ്പുവിന് VPയെ ശരിക്കും ഭയമാണ്. ട്രീറ്റ്മെന്റിനിടയിൽ അയാൾ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് പിന്നെ ആകെ വഷളാവും. മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ഈ ട്രീറ്റ്മെന്റ് ഒരു പ്രധാന ഘടകമാണ്. BP ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന സ്ഥിതിക്ക് അപ്പു ഇവിടെ നിന്നും മാറി ട്രീറ്റ്മെന്റ് തുടരുന്നതാണ് നല്ലത്. ഒക്കെ അപ്പുവിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ അമ്മിമാമ. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ഉറപ്പ് വേണം. അത് അപ്പുവിൽ നിന്നല്ല, അമ്മിമാമനിൽ നിന്നാ. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പുവിന്റെ ഒപ്പം തന്നെ എല്ലാം കഴിയുന്നത് വരെ കൂടെ ഉണ്ടാവണമെന്നല്ലേ? അതെ, ആ ഒരു സമാധാനമെങ്കിലും എനിക്ക് വേണ്ടേ അമ്മിമാമ? ആ കാര്യത്തിൽ നിനക്കൊരു ഭയവും വേണ്ട. നമ്മുടെ കുട്ടിയല്ലേ ഗീത. അങ്ങനെ വഴിയെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല. ആശുപത്രിയുടെ അടുത്ത് തന്നെ ഒരു പരിചയക്കാരൻ്റെ ഫ്ലാറ്റ് ഒത്തുകിട്ടി. അവിടെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ അയാൾ ചെയ്തോളും. പിന്നെ അപ്പുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ സേവാ ഫോറത്തിൽ നിന്ന് ഒരു വോളണ്ടിയറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കമല നല്ല കുട്ടിയാ, ജോലിയിൽ മിടിക്കുക. അപ്പുവിന് അവരെ വലിയ കാര്യമാണ്. എന്നത്തേക്ക് പോകാൻ അമ്പിമാമ ഉദ്ദേശിക്കുന്നത്? കഴിവതും നേരത്തെ പോണം. ഏറിയാൽ ഒരു 2-3 ദിവസത്തിനകം. അതിനപ്പുറം നീളില്ല. BP കൊണ്ടുപിടിച്ച് അന്വേഷണം തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇവിടെ തുടരുന്നത് ബുദ്ധിയല്ല. അപ്പുവിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ FD ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പോരാന്ന് വരികയാണെങ്കിൽ അമ്പിമാമൻ അറിയിച്ചാൽ മതി. ഓവ്, അപ്പു എന്നോടത് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് കാശ് എൻ്റെ അക്കൗണ്ടിലുണ്ട്. തികയാതെ വന്നാൽ അതിൽ നിന്ന് എടുക്കാമല്ലോ. ദേ, കാശിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാവുന്നേ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ കുഞ്ഞെ. ഉടനെ വരാന്ന് പറഞ്ഞാ ഇറങ്ങിയത്. ആരോടും ഒന്നും പറയണ്ടെന്നൊക്കെ അപ്പു പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് നിന്നോട് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോ ഒരു യാത്ര പറച്ചിലിനായി ഇനി ഒരു വരവുണ്ടാവില്ല. അവിടെ ചെന്ന് സെറ്റിലായിട്ട് ഞാൻ എൻ്റെ നമ്പർ തരാം. നീ സൗകര്യം പോലെ വിളിച്ചാൽ മതി. അല്ല, VPയോട് ഇത് എത്ര നാൾ മറച്ചു വയ്ക്കാനാ നിന്റെ ഉദ്ദേശം? എനിക്കൊന്നും അറിയില്ല അമ്മിമാമ. ആ, ഏതായാലും ഇത്രയും കാത്തില്ലേ. ഇനി ഞങ്ങൾ അങ്ങ് ചെന്നിട്ട് പറഞ്ഞാൽ മതി. വെറുതെ പടിക്കലിട്ട് കല്ല ഉടയ്ക്കണ്ട. എന്നാ അമ്പിമാമ പൊയ്ക്കോ. അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറയൂ അപ്പുവിനോട്. അത് പിന്നെ ഞാൻ പറയാതെ തന്നെ അപ്പൂനറിയില്ലേ. പോട്ടെ മോളെ. പെട്ടെന്നെന്താ അവക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ? അപ്പുവിന്റെ കാര്യങ്ങളൊക്കെ അവക്കും അറിയാവുന്നതല്ലേ? അതിപ്പോ എന്താ കാരണമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അറിയാവുന്നതല്ലേ. ചിലപ്പോൾ അപ്പനോട് മനസ്സിലുള്ളതൊക്കെ ഷെയർ ചെയ്താൽ ഒരാശ്വാസമാവുമെന്ന് അവൾ കരുതുന്നുണ്ടാവും. കൊള്ളാം. അവൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് നീയും അതിന് പച്ചക്കൊടി വീശാൻ നിൽക്കുവാണോ മുരളി? ദേ, ആശ്വാസമാകുമെന്ന് കരുതി ചെയ്യുന്ന അബദ്ധം പിന്നെ ആപത്തായി മാറരുത്. ഒടുക്കം വെളുക്കാൻ തേച്ചത് പാണ്ടാവുവേ. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, അതിനിപ്പോ അപ്പു എവിടെയാന്ന് വെച്ചിട്ട് അവളിപ്പോ കാണാൻ പോകുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് പോയെന്നല്ലേ അഡ്വക്കേറ്റ് പറഞ്ഞത്? അത് VP അന്വേഷിച്ചല്ലാതിരിക്കാൻ ഗീതയും കൂടി അറിഞ്ഞിട്ടാവും അവിടുന്ന് മാറിയെന്ന മാളു പറയുന്നത്. ഗീതയോട് ചോദിച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അവിടെ ഉദ്ദേശവും തോന്നുന്നു. ആ, അപ്പൊ അങ്ങനെ വരട്ടെ. എന്റെ മുരളി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ,
നമ്മുടെ കൊച്ചിന് ഇങ്ങനെ ഒരു ആപത്ത് വന്നതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ടെന്ന് എന്റെ ബലമായ സംശയം ആ പണിക്കരുടെ കൊച്ചു തന്നെയാ ഇതിന്റെ പിന്നിലെന്നാ. അമ്മ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അപ്പു എന്ത് ചെയ്തിട്ടാ മാളൂന് ഇങ്ങനെയൊക്കെ വന്നത്? ചുമ്മാ അപ്പുവിനോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ എന്റെ അമ്മേ. ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണോ നിന്റെ വിചാരം? അങ്ങനെ എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ ആരോടും പറയില്ല. മുരളി, ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴാ അതിന്റെ ഒരു ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത്. എന്താ ഉണ്ടായത്? മാളു ഇന്നലെ രാത്രിയില് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. എന്തോ സ്വപ്നം കണ്ടതാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഉറക്കത്തിൽ കിടന്ന് ആ പണിക്കരുടെ കൊച്ചിന്റെ പേരാ അവള് വിളിച്ചത് മുഴുവൻ. ഇന്നിപ്പൊ ഇതൂടെ അറിഞ്ഞപ്പോ സംഗതിയുടെ കിടപ്പുവശമൊക്കെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് അമ്മ ഇപ്പോഴാണോ ഇത് പറയുന്നത്? ഓ, അന്നേരം ഞാനത് അത്ര കാര്യമാക്കിയില്ല. അന്ന് ആശുപത്രി കിടക്കുമ്പോഴും മാളു ഇതുപോലെ പിച്ചും പേയും പറഞ്ഞില്ലായിരുന്നോ? അതായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അപ്പുവിനെ അവൾ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്നുവെച്ച് മിസ് ചെയ്യുന്നുണ്ടെങ്കിലേ പഴയതുപോലെ തോളെ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരല്ല അവരിപ്പോ. മാളു ഒരു കുടുംബമായി വേറൊരുത്തന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാ. വല്ലപ്പോഴും ഒന്ന് കാണുകയോ മിണ്ടുകയോ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള അടുപ്പവും ചങ്ങാത്തവും ഒന്നും ഇനി കൊണ്ടു നടക്കാതിരിക്കുന്നതാ നല്ലത്. ഇനി നിങ്ങളും കൂടെ അതിന് വളം വെച്ച് കൊടുത്താൽ പിന്നെ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരും. പറഞ്ഞേക്കാം. ഇനിയിപ്പോ അവളോട് എന്താ മുരളിയേട്ടൻ പറയാൻ പോകുന്നത്? ഞാനെന്തു പറയാനാ? അപ്പുവായിട്ട് ഇനി ഒരു അടുപ്പവും വേണ്ടെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് വിഷമാവും. ഈ അവസ്ഥയിൽ അതവളെ കൂടുതൽ വേദനിപ്പിക്കുകയല്ലേ ഉള്ളൂ. അതിന് നിങ്ങളായിട്ട് പറ്റില്ലെന്നൊന്നും പറയാൻ പോണ്ട. അപ്പു എവിടെയാണെന്ന് മാളു അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം ഗീതയെ വിളിച്ചൊന്ന് പറഞ്ഞേക്കുക. അഥവാ അപ്പു എവിടെയുണ്ടെന്നുള്ള വിവരം അവർക്കറിയാമെങ്കിലും അത് മാളുവിനെ അറിയിക്കരുതെന്നും കൂടി പറയുക. അതോടെ അപ്പുവിനെ കാണാനുള്ള ആഗ്രഹം അങ്ങ് മാറി കിട്ടുമല്ലോ. ഗീതേച്ചിയോട് എങ്ങനെയാ അമ്മ ഇതൊക്കെ പറയാ? അവരെന്തു വിചാരിക്കും? ദേ അശ്വതി, ആരെന്ത് വിചാരിക്കുമെന്നുള്ള അല്ല ഇവിടുത്തെ കാര്യം. നമ്മുടെ കൊച്ചിന്റെ കാര്യം നമ്മൾ ഭദ്രമാക്കുമെന്നുള്ളതാ. സ്വന്തം തന്തയിൽ നിന്ന് ഗീത ആ കൊച്ചിനെ മറച്ചു പിടിക്കുന്ന എന്തിനാ? അതിന്റെ ജീവിതം സ്വസ്ഥമാകാൻ വേണ്ടിയല്ലേ? അവർക്കങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് പിന്നെ എന്തുകൊണ്ടായിക്കൂടാ? നമുക്ക് ഈ കാര്യം ജോബിനെ ഒന്ന് അറിയിച്ചാലോ മുരളിയേട്ടാ? വരട്ടെ, എന്താ മാളുവിന്റെ നീക്കൊന്ന് നോക്കാം. അതുവരെ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞ മട്ടൊന്നും നടിക്കണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെ മുരളി? ഇതിന്റെ വരും വരായികൾ അവളെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. കാര്യമൊക്കെ ശരിയാമ്മേ, പക്ഷെ ഇപ്പൊ അവളുടെ സിറ്റുവേഷൻ കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ചാടി കയറി ഒരു നോ പറഞ്ഞാൽ അതവളെ മാനസികമായിട്ട് തളർത്തും. അതുകൊണ്ടാ ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോ മാളു ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റെല്ലാത്തിനേക്കാളും എനിക്കതാ പ്രധാനം. നീ വിഷമിക്കണ്ട മോളെ. അവക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ ഞാനിത് കൈകാര്യം ചെയ്തോളാം. അമ്മേ, ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. മുരളിയേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി മറ്റെന്തും.